ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ചെടികളൊക്കെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല. ഇതൊക്കെ എന്ന് പറയുന്നത് ബണ്ട് ചെയ്തിരിക്കുന്ന മാവുകൾ തൈയാണ്. പക്ഷേ വളർച്ചയൊന്നും ആയിട്ടില്ല. ചെറിയ തോതിലുള്ള ചെറിയ ചെറിയ കൃഷിയിടങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം അമ്മയുടെ മേൽനോട്ടത്തിലുള്ളതാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യ വളർച്ചയ്ക്കുള്ളൊരു മഞ്ഞൾ ചെടിയാണ് ഇതൊക്കെ. പിന്നെ ഇത് ചെറിയ കാന്താരി മഴത്ത് കുറച്ചിതായിട്ട് പോയിട്ടുണ്ട്. തൊട്ടപ്പുറത്തേക്ക് നിന്ന് കാന്താരി ചെടിയുടെ ഇലയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് പൂ വന്നിട്ടില്ല. കണ്ടില്ലേ, വീടിന് പിന്നിലെ ചെറിയ ചെറിയ കൃഷിത്തോട്ടമാണ് ഇതൊക്കെ. നമുക്ക് എല്ലാവർക്കും ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. ഇതിന് വീട്ടിലെ അമ്മമാരാണ് കൂടുതലായിട്ട് ട്രൈ ചെയ്യാറുള്ളത്. ഞാൻ വീട്ടിൽ നിന്ന് വെച്ചിട്ടില്ല. ഇതുണ്ടോ, ഇത് ചെറിയൊരു കവറിനകത്ത് വെച്ചിരിക്കുന്ന ഓമയാണ്. പക്ഷേ ഇതിൻ്റെ ഇതുണ്ട്, വളർച്ച ഉണ്ടോ, നല്ലത് വളർച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കായൊന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ മുരിങ്ങയാണ്, മുരിങ്ങയിലയാണ്. കായൊന്നും വന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ മഴയിലൊന്നും ചാഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നാളെ ആശം നല്ലപോലെ നിൽപ്പുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായ ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ നല്ലതായിരുന്നു. മനസ്സിലാവുകയാണെങ്കിൽ. വളർച്ച മുരടിച്ച് പോയ ഒരു പാവം ലൗലോലിയാണ് കേട്ടോ. ഇത് അപ്പുറത്ത് നമ്മുടെ ചീനിപ്പുളിയാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ കറിവേപ്പില, വാഴ. പിന്നെ ഉള്ളതെങ്കിൽ വീടിൻ്റെ പിന്നിലോട്ട് കയറ്റി വിട്ടിരിക്കുന്ന പ്രാഷൻ പൂക്കാണ് കേട്ടോ. കുറേ നാളത്തെ ശേഷം മാത്രമാണ് പെട്ടെന്ന് കായ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. കായ ഉണ്ടായപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ കായെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും കായുണ്ട്, ഇഷ്ടംപോലെ കായുണ്ട്. ഒരിടത്ത് തന്നെ 4-5 കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പട്ടേന്ന് തന്നെ കായൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോളൂ, കണ്ടോ. ഇത് പിൻഭാഗമാണ് വീടിൻ്റെ. തിരിച്ചു വന്നപ്പോൾ ഒരാളെ കണ്ടത് കേട്ടോ. കണ്ടോ, നമ്മൾ പോലും അറിയാതെ ആശാൻ ഒളിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പുറത്ത് തന്നെ വന്നിട്ടുണ്ട് ആശാന്മാരൊക്കെ. തലയുയർത്തി വരുന്നുണ്ട്. ഇവിടെ തന്നെ കായ്ക്കും. ഈ ഓമയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. മറ്റൊന്നുമല്ല, ഈ ഓമയ്ക്കകത്ത് കുരുവില്ല. ചെറിയ ഓമമരമാണ്. എന്നാൽ അതിനകത്ത് ഓമയ്ക്കകത്ത് കുരുവില്ല കേട്ടോ. ഇതാണ് കേട്ടോ വീട്. അതിൻ്റെ പിന്നിലേക്കാണ് കൃഷിയിടം പോയിരിക്കുന്നത്.